ഒരു കഥ പറയട്ടെ. പ്രശസ്തയായ ഒരു ഗായികയ്ക്ക് ഒരു പ്രമുഖനിൽ നിന്നും ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുട്ടിയെ ഒരാളുടെ കയ്യിൽ സുരക്ഷിതമായി വളർത്താൻ ഏൽപ്പിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ആ കുട്ടി, അതായത് അതൊരു പെൺകുട്ടി, അവളുടെ അമ്മയെ തേടി വരുന്നു. അയാളെ ശല്യം ചെയ്ത് അവസാനം അമ്മയെ കണ്ടെത്തി. പിന്നെ അമ്മയിൽ നിന്ന് സ്നേഹം കിട്ടി തുടങ്ങിയപ്പോഴേക്കും അമ്മയെ കൊന്നു. അപ്പോഴേക്കും അവളുടെ അച്ഛനെയൊക്കെ തിരിച്ചറിഞ്ഞു, പ്രമുഖനായ രാഷ്ട്രീയക്കാരൻ. കഥ മനസ്സിലായി കാണുമല്ലോ. എൻ്റെ സൂര്യപുത്രിക്ക് പഴയൊരു സിനിമ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഇന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അന്തരിച്ച ജയലളിതയുടെ മകളാണെന്ന് പറഞ്ഞ് ഒരു പെണ്ണ്. സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ എവിടെയും കൊണ്ടൊക്കെ ചെറിയൊരു ചായയൊക്കെ തോന്നുന്നുണ്ട്, കണ്ണിൻ്റെ ഭാഗം കൊണ്ടോ പിന്നെ തുടുത്ത കവളുകൊണ്ടൊക്കെ. സംഭവമെല്ലാം ഈ സിനിമയിൽ അതേ പ്രമേയം തന്നെയുണ്ടോ. ഇവർ ചെല്ലുമ്പോൾ ഇവരെ വളർത്താൻ വിട്ടുള്ളൂ, കേരളത്തിലേക്ക് വളർത്താൻ വിട്ടുള്ളൂ ഒരാളുടെ കയ്യിൽ. പിന്നീട് ഇടയ്ക്കൊക്കെ പോയി കാണാറുണ്ട്, അമ്മ സഹായിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ദിവസം ചെല്ലുമ്പോൾ അമ്മ മരിച്ചു കിടക്കുന്നു. ശശികല മുഖത്ത് ചവിട്ടുന്നു. കരയാൻ പോയപ്പോൾ വായിൽ പൊത്തുന്നു, പിടിച്ച് വലിച്ചു കൊണ്ട് മാറ്റി. ഇതൊക്കെ ആ സിനിമ പോലെ തന്നെ ഇല്ലേ? ഇനി ഇതുള്ളതാണോ? ഇനി ആ സ്ത്രീക്ക്, ഈ പറഞ്ഞ പെണ്ണിന്, ഒരു ശിവകാരിയെന്ന് പറയുന്നത്, അവർക്ക് വല്ല സ്വപ്നദർശനം പോലെ വല്ലതും കിട്ടിയതാണോ? സത്യം ആർക്കറിയാം. ഇപ്പം DNA പരിശോധിക്കാമെന്ന് വെച്ചാൽ ജയലളിതയുടെ ശരീരം എല്ലാം ഭസ്മമായി പോയി കഴിഞ്ഞു. കാലം തെളിയിക്കിട്ടല്ലേ സത്യം. കുറേ പേര് കളിയാക്കുന്നുണ്ട്, ഞാൻ കളിയാക്കാനൊന്നുമില്ല കേട്ടോ. കാരണം നമുക്കറിയില്ലല്ലോ, അവരുടെയൊക്കെ ഉള്ളിൽ നടന്ന കാര്യങ്ങളും നമുക്കറിയില്ല. പിന്നെ മുഖച്ഛായ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ ഫോട്ടോസ്റ്റാറ്റും മെഷീനൊന്നുമല്ലല്ലോ. അവരെ പോലെ തന്നെ മക്കളുണ്ടാവാൻ. എന്നാൽ പിന്നെ ഭൂമിയിൽ ഒരേ ടൈപ്പ് മക്കളായിരിക്കില്ല അല്ല ജനങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ സത്യമാണെങ്കിൽ ആ പെണ്ണിൻ്റെ ഭാഗം വിജയിക്കട്ടെ അല്ല. രാക്കോലം വന്നതാണേ മറന്നുപോയില്ലോ.